എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്നെ പരിചയമുള്ളവർക്കെല്ലാം അറിയാം, ഹാഷ്മാത്തൻ വ്ലോഗ് എന്ന പേരിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു അത്. അതിനകത്ത് ഞാൻ മെയിൻലി കുക്കിങ്ങും അതുപോലെ തന്നെ ഫുഡ് വ്ലോഗിംഗ് ഒക്കെ ആയിരുന്നു കണ്ടന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ചാനൽ പെട്ടെന്ന് ഒരു ദിവസം ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി. അത് ഏകദേശം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നവംബർ 23 ഞാൻ യൂട്യൂബിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു മെയിൽ വരികയും യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൽ വരികയും എൻ്റെ ചാനൽ ഉടനടി തന്നെ ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്തു. അവർ പറയുന്ന വന്നിട്ടുള്ള മെയിൽ എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻസ്, അവരുടെ പോളിസി ഞാൻ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു ഉള്ളടക്കം അടങ്ങിയ ഒരു മെയിൽ വരികയും എൻ്റെ ചാനൽ ഉടനടി തന്നെ ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുക്കിംഗ് ചാനലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിനകത്ത് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവരുടെ പോളിസി വയലേറ്റ് ചെയ്യുന്ന തരത്തിൽ എന്ത് കണ്ടന്റ് ആണ് എന്നൊന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല. എൻ്റെ അറിവിൽ ഞാൻ അത്തരത്തിൽ ഒരു കണ്ടന്റിന്റെ അവരുടെ പോളിസി വയലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ആദ്യം ഞാൻ ടെൻസ്ഡ് ആയി. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലായിരുന്നു. ആ ചാനൽ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോവുക എന്ന് പറയുന്നത് എന്നെ പോലെയല്ല ആരെ സംബന്ധിച്ച്, ഒരു ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആരും പകച്ചു പോകും. അത്തരത്തിൽ ഞാനും പകച്ചു പോയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ നോക്കി എന്താണ് കാരണം എന്ന് പറയുമ്പോൾ ഇവർ കറക്റ്റ്ലി പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസീസ് വയലേറ്റ് ചെയ്തു, അപ്പോൾ ഹയർ അപ്പീൽ പോവാം എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൂടെ തന്നിട്ടായിരുന്നു എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഞാൻ ആ ലിങ്കിലേക്ക് പോകുന്ന സമയത്ത് ഉടനടി തന്നെ, അത് എത്ര വിത്തിൻ സെക്കൻഡ്സിൽ എനിക്കൊരു ഒരു 35 സെക്കൻഡ്സിനുള്ളിൽ തന്നെ റിപ്ലൈ വന്നു. എന്താണ് യു ആർ വയലേറ്റ് അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് അത്ര പെട്ടെന്നാണ്, അതായത് അവർക്കത് കൺഫേംഡ് ആണ് എന്നുള്ള രീതിയിൽ അവരുടെ അപ്പീലും അവരുടെ ഭാഗത്തു നിന്ന് എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് തള്ളിക്കളയുകയുണ്ടായി. അതിനുശേഷം പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സംസാരിച്ചു വരുന്ന വിഷയം എന്താണ്, ഗൗരവകരമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ നിന്ന് വരുമാനം സമ്പാദിക്കുന്നവരും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം സമ്പാദിക്കുന്നതിനായിട്ട് വളർന്നു വരുന്ന ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് വളരെ വലിയൊരു പണി വരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിന്റെ അല്ലെങ്കിൽ 2025 തൊട്ടിട്ട് 2025 വന്നിട്ടുള്ള കുറെ മാറ്റങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവരുടെ യൂട്യൂബ് പോളിസീസ് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ മൊത്തം ചെക്ക് ചെയ്യുന്നത് AI ത്രൂ ആണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, വയലേഷൻസ് ഉണ്ടോ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസീസ് എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നത് ഒരു ഹ്യൂമൻ ടച്ചോട് കൂടിയല്ല, എല്ലാം AI ത്രൂ ആണ്. അതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസീസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ഉള്ളടക്കമുള്ള ഒരു മെയിൽ വരികയും തുടർന്ന് എൻ്റെ ചാനൽ ഉടനടി ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്തു. പക്ഷെ ഇതിനകത്ത് ഞാൻ ഹയർ അപ്പീൽ കൊടുത്ത സമയത്തും ഈ AI ത്രൂ തന്നെയാണ് നമുക്ക് റിപ്ലൈസ് വരുന്നത്. AI ആണ് നമ്മളോട് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, കാരണം നിങ്ങളുടെ ചാനലിൽ വയലേഷൻസ് നടന്നിട്ടുണ്ട്, അതാണ് സ്പാം എന്നാണ് പറഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്പീലും ഞങ്ങൾ തള്ളിക്കളയുന്നു പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഒരു മെയിൽ വരികയുണ്ടായി. അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ചാനൽ ആയാൽ പോലും AI ത്രൂ ആണ് അവർ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഹയർ അപ്പീൽസോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റായിരിക്കില്ല. ഇപ്പോഴും എനിക്ക് എൻ്റെ ചാനലിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് വയലേഷൻസ് ചെയ്തുകൊണ്ട് അവരുടെ പോളിസിക്കെതിരായിട്ട് എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേങ്കിലും നമുക്ക് ഇതിനകത്തൊരു ഹയർ അപ്പീൽ ഇല്ല. ഇതിനുശേഷം ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും യൂട്യൂബുമായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുകയും ഹയർ അപ്പീൽ കൊടുക്കുകയും ചാനൽ തിരിച്ചു പിടിക്കാൻ പല ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും വിഫലമാണ്. ഇതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സത്യം. കാരണം എനിക്ക് കുറെ ആൾക്കാർ പറഞ്ഞു തന്നിരുന്നു, നമുക്ക് ട്വിറ്റർ വഴി യൂട്യൂബ് ടീമിനെ ബന്ധപ്പെടുകയാണെങ്കിൽ കിട്ടും. അത്തരത്തിൽ ഞാൻ നമ്മുടെ ട്വിറ്റർ വഴി നമ്മുടെ യൂട്യൂബ് ടീമുമായിട്ട് ബന്ധപ്പെട്ടു. അവരെ ഹാഷ്ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റുകളും നിരന്തരമായിട്ട് അവരുമായി സംബന്ധിച്ച സമയത്ത് എനിക്ക് അവരുടെ റിപ്ലൈ കിട്ടി. പക്ഷെങ്കിൽ ഹയർ ആയിട്ട് നമ്മൾ എന്ത് തരത്തിലുള്ള റിപ്ലൈസ് കൊടുത്താലും ഇവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് നമുക്ക് വീണ്ടും 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 വരുന്നത് റിപ്ലൈസ് തന്നെയാണ്. അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിപ്ലൈസ് ആണ് നമുക്ക് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ടച്ചോട് കൂടിയുള്ള റീ എവാലുവേഷനോ അല്ലെങ്കിൽ റീ അപ്പീൽ അവർ പോസിബിൾ ആക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല.
അപ്പൊ പുതുതായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് കരുതിയിരിക്കുക. അപ്പൊ ഇവരുടെ പോളിസീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ഹാഷ്ടാഗ് അല്ലെങ്കിൽ നമ്മുടെ തമ്പനെയില് അല്ലെങ്കിൽ അതുപോലെ തന്നെ ടാഗ്സിലൊക്കെ വരുന്ന പ്രശ്നങ്ങളായിരിക്കും. നമ്മളിടുന്ന വീഡിയോസിൽ മാത്രമായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റിന്റെ ഉപരിയായിട്ട് നമ്മളിടുന്ന ചില ഹാഷ്ടാഗുകളോ അല്ലെങ്കിൽ ടാഗ്സുകളോ തമ്പനെയിൽസിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പം ഇത്തരത്തിൽ വരുമാനം നേടണം അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു കരിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന വീഡിയോസിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം വലിയൊരു പണിയാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ചാനലാണ് ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് പോയത്. ഞാനത് ഒരുപാട് അതിന്റെ പിന്നാലെ നടന്നു. അതിനുശേഷം എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു തന്നു ഹാക്കഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മെയിൽ അയച്ചാൽ ചിലപ്പോൾ ഇത് പോസിബിൾ ആവും. പക്ഷെങ്കിൽ അതിനുശേഷം ഞാൻ ഇവരുടെ യൂട്യൂബ് ഹ്യൂമൻ ടച്ചോട് കൂടിയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് റിപ്ലൈസസ് കിട്ടിയെങ്കിൽ പോലും ഒരു തരത്തിലും എനിക്ക് എന്താണ് അതിന് എൻ്റെ ചാനൽ തിരിച്ച് കിട്ടുന്നതിന് പരമായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ച് കിട്ടിയില്ല എന്നുള്ളതാണ്. അതുമായിട്ട് അനുകൂലമായിട്ട് എനിക്കൊരു റിപ്ലൈസും കിട്ടിയില്ല. അപ്പം ഞാൻ പുതിയൊരു ചാനൽ ഇന്ന് തുടങ്ങുകയാണ്. അപ്പം യൂട്യൂബിന്റെ വലിയ വലിയ പണികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവരുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വീഡിയോസ് ഇടുക. കാരണം നമ്മളുടെ ഒരു നിമിഷം കൊണ്ടാണ് അവർ നമ്മുടെ ഒരു ആയുസ്സിലെ കഷ്ടപ്പാട് അവർ വേണ്ട അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. അതോടുകൂടി തന്നെ ഞാൻ എൻ്റെ ചാനൽസ് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇന്നൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പുതിയൊരു ചാനലിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. എന്നെ വീണ്ടും പണ്ട് വളർത്തിയ പോലെ തന്നെ എൻ്റെ ചാനൽ വളർത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പം യൂട്യൂബിന്റെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ചില കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക. എനിക്ക് ഇതാണ് പറയാനുള്ളത്. അതാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. കാരണം എൻ്റെ ചാനലോ പോയി. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു ചാനൽ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വീഡിയോസിന്റെ യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു നമ്മളുടെ ചാനൽ ടെർമിനേറ്റ് ആയാലും എങ്ങനെ റിക്കവർ ചെയ്യും, എങ്ങനെ അപ്പീൽ നമുക്ക് പോസിറ്റീവ് ആക്കാം. പക്ഷെ ഇതൊന്നും തന്നെ ഈ AI ത്രൂ ആയതുകൊണ്ട് ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ്. ചാനൽ വൺസ് പോയി കഴിഞ്ഞാൽ പോയി, അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ കഷ്ടപ്പാടോ ദുരിതങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കിങ്ങോ ഒന്നും നമുക്ക് ഈ AI പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നീട് നമ്മൾ പുതിയ ചാനൽ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാനൽ എന്താണ് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഒരു ബാക്കപ്പ് വെക്കുക വീഡിയോസിന്. ഏത് നിമിഷവും നമ്മുടെ ചാനൽസ് പോവും. അതുകൊണ്ട് തന്നെ അതിനൊരു ബാക്കപ്പും കൂടെ കരുതുക. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വളരെ വലിയ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. നല്ല നല്ല വീഡിയോസ് ഇടാൻ എല്ലാവരും നല്ല നല്ല ചാനലുകൾ എന്ന് ഉയർന്നു വരട്ടെ. അപ്പം എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.